ചേട്ടാ, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ അവിടെ നിന്ന് വരുന്നേ? ഞങ്ങൾ ചെറുപ്പം മുതലേ എല്ലാവരും നമ്മളെ കൂട്ടുകാരും ഫാമിലിയും എല്ലാവരും മെമ്പേഴ്സൊക്കെ ഈ ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ആരാധകരാണ്, ഒക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങളുടെ കൂടെ അവൻ കളിക്കാൻ വരും, കളി കാണും. പിന്നെ അവനക്കും കളിക്കാൻ നല്ല താല്പര്യമുള്ള ആളാണ്. പിന്നെ കളി തുടങ്ങുമ്പോൾ ഓരോരുത്തർ ഔട്ടാകുമ്പോഴും പിന്നെ 6 അടിക്കുമ്പോഴും 4 അടിക്കുമ്പോഴൊക്കെ എല്ലാം സന്തോഷമാണ്. ഇവൻ ചെറുപ്പം മുതൽ ഒരു വേറൊരു ദിശയിലാണ് പോയിരുന്ന ആൾ. ഈ കളി ഫുട്ബോളും ക്രിക്കറ്റും ഈ കളി തുടങ്ങിയ ശേഷമാണ് ഇവനക്കൊരു ഉയർച്ചയും വളർച്ചയും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവനക്ക് അതിൻ്റെ സന്തോഷം വളരെ അധികമാണ്. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇടുക നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ കൂടുതൽ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഒരുവിധമൊക്കെ അനുസരിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഓരോ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് പിന്നെ നമ്മളങ്ങോട്ട് റെഡിയാക്കി എടുക്കലാണ്. ഇപ്പോൾ നമ്മളൊക്കെ എന്നാൽ ഞങ്ങളില്ല, ഞങ്ങൾ പോവുക, അങ്ങനെ തെറ്റാണ്, അങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ആൾ റെഡിയാക്കും. അങ്ങനെ എപ്പോഴൊന്നുമില്ല, ഒക്കെ ആൾ ഓക്കെയാണ്. പിന്നെ ചില സമയത്ത് ഓരോ വാശിയൊക്കെ വരുമ്പോൾ അങ്ങനെ ഇതാവുന്നത്. നമ്മൾ ജ്യേഷ്ഠൻ്റെ മകൻ വിദേശത്ത് പോവുകയാണ്. ആ വിദേശത്ത് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഒരു റീൽസ് എടുത്താണ്. ആ റീൽസ് എടുക്കുമ്പോൾ ഇപ്പോൾ അതിൽ ടെൻഷനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വീഡിയോ ആണ് വൈറലായത്. ഫുട്ബോൾ മെസ്സി അർജൻറ്റീന ഫാനാണ് അല്ലേ? ഫുട്ബോളിൽ ആരെയായിരിക്കും ഇഷ്ടം? മെസ്സി, അർജൻറ്റീന. സിനിമയിൽ ആരുടെ കൂടുതൽ ഇഷ്ടം? മോനെ മമ്മൂട്ടി. പിന്നെ മോഹൻലാൽ. മമ്മൂട്ടിനെയും മോഹൻലാലിനെയും ഒക്കെ ഇഷ്ടമാണ്. ഇനി ഏതായാലും ഈ കളിത്തിരക്കിനിടയിൽ സൽമാനെ കിട്ടാൻ വഴിയില്ല. എന്തായാലും സൽമാൻ കളി തുടട്ടെ, നമുക്കപ്പോൾ പിന്നെ കാണാം.